ഏതായാലും 2 സ്കാനിംഗ് സെന്ററുകൾക്കെതിരെ നടപടി വന്നിരിക്കുന്നു. ശങ്കേഴ്സ്, മിഡാസ് എന്നീ സ്കാനിംഗ് സെന്ററുകൾ പൂട്ടി സീൽ ചെയ്തിരിക്കുകയാണ്. അല്ലമീനും അരുൺ സോളവനും വിശദാംശങ്ങളുമായി ചേരുകയാണ്. അല്ലമീൻ, ഏറെ ഗുരുതരമായ ഒരു അനാസ്ഥ, അത് റിപ്പോർട്ടറാണ് പുറത്തു കൊണ്ടുവന്നത്. ഇതിപ്പോൾ ഒരു കുട്ടിക്ക് ഇത്തരത്തിൽ വൈകല്യങ്ങളോടെ ജനിക്കുന്ന ഒരവസ്ഥയുണ്ടായതും അത് നമ്മൾ വാർത്തയാക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്. എന്നാൽ ഈ സ്ഥാപനം നടത്തിയിരുന്ന ആളുകൾ അല്ലെങ്കിൽ അതിലുണ്ടായിട്ടുള്ള വീഴ്ചകളൊക്കെ തന്നെ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. അക്കാര്യത്തിൽ സംശയമില്ല വിനിത. ഇതുപോലെ എത്രയോ ലാബുകൾ ഇത്തരത്തിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടാകാം. പക്ഷേ അവിടെ കൃത്യമായൊരു പരിശോധനകളൊന്നും നടക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. ഈ വിധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങളോ ആക്ഷേപങ്ങളോ വിമർശനങ്ങളോ പരാതികളോ സംഭവങ്ങളോ ഒക്കെ ഉയർന്നു വരുമ്പോൾ മാത്രം നടത്തുന്ന പരിശോധനകൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം വരുന്ന നടപടികൾ, അത് മാത്രമായി ഒതുങ്ങിപ്പോകുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സർക്കാർ ആശുപത്രികൾ പലതുണ്ടെങ്കിലും അവിടെ സംവിധാനങ്ങളുടെ അഭാവം പ്രകടമാണ്. അതെല്ലാം പലപ്പോഴും ഈ സ്വകാര്യ ലാബുകളെയൊക്കെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വീഴ്ചയായി പലപ്പോഴും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ അവരെ സഹായിക്കുന്ന നിലപാടുകൾ സർക്കാരുകളോ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിലെ ബന്ധപ്പെട്ടവരെയൊക്കെ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ആലപ്പുഴയിലും സംഭവിച്ചത് അത് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ആലപ്പുഴയിൽ അവിടുത്തെ ഗൈനക്കോളജി ഡോക്ടർമാർ തന്നെ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് അവിടുത്തെ പല പരിശോധനകൾക്കും പുറത്ത് ശങ്കേഴ്സ് ലാബിന് ഉൾപ്പെടെയാണ് ആശ്രയിക്കുന്നത്, അവിടേക്കാണ് റെഫർ ചെയ്ത് വിടുന്നത് എന്നവർ പറയുമ്പോൾ അത്രത്തോളം കേസുകൾ ആശുപത്രിയിൽ വരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആശുപത്രിയിൽ സംവിധാനം ഒരുക്കുന്നില്ല, അതിനുവേണ്ടി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നില്ല? ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ആ ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. അത് ആലപ്പുഴയിലെ മാത്രം സംഭവമല്ല, സംസ്ഥാനത്തൊട്ടുക്കും സമാനമായ സാഹചര്യവും സ്ഥിതിവിശേഷവും തന്നെയാണ് ഈ മേഖലയിൽ നിലനിൽക്കുന്നത്. ഏതായിരുന്നാലും ഈ കുട്ടിയുടെ വിഷയത്തിലുണ്ടായ പരാതി, ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവം, അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പരിശോധന നടത്തിയിരിക്കുന്നു. ആ പരിശോധനയ്ക്ക് പുറമെ നടപടി എടുത്തിരിക്കുകയാണ്. ആ നടപടിയിൽ തന്നെ പറയുന്നത്, ആ നടപടിക്ക് കാരണമായി പറയുന്നത് 2 വർഷം ആ റെക്കോർഡുകൾ സൂക്ഷിക്കണം, അത് സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ പേരിലാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായും ആ തരത്തിൽ ചെറുതും വലുതുമായ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ലാബുകൾ എത്രത്തോളം ഉണ്ട്, ഏതൊക്കെയാണ്, അവിടെ എന്തൊക്കെ പരിശോധനകൾ നടത്തണം എന്നതടക്കമുള്ള കാര്യങ്ങളിലും ഒരു മാർഗരേഖ ഉൾപ്പെടെ ഉണ്ടായിരിക്കാം. പക്ഷേ അതൊക്കെ പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഏതായാലും ആലപ്പുഴയിൽ ആ കുഞ്ഞിൻ്റെ ജനിതക വൈകല്യത്തോടു കൂടി ജനിക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ കാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഈ പരിശോധനയിൽ അത് തിരിച്ചറിയപ്പെടുകയോ അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ നിലനിൽക്കുമ്പോൾ അതിനനുസരിച്ചുള്ള തുടർ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യാത്തതിൻ്റെ പേരിലാണ് ഇപ്പോൾ ലാബുകൾക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. വിശദമായ പരിശോധനകൾക്ക് ശേഷം റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമായിരിക്കും തുടർ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാവുക എന്നുള്ളതും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായിരുന്നാലും തുടർ നടപടികൾ എന്തായിരിക്കുമെന്നുള്ളത്, അത് ആലപ്പുഴയിലെ ഈ 2 ലാബുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുമോ, അതല്ല സംസ്ഥാന വ്യാപകമായി ഈ സ്വകാര്യ ലാബുകളുടെ പ്രവർത്തന രീതികളിൽ ഒരു പരിശോധന ഉണ്ടാകുമോ, അതിനപ്പുറത്തേക്ക് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ഈ രോഗികൾക്ക് ആവശ്യമായ, സാധാരണക്കാർ ആശ്രയിക്കുന്ന ആശുപത്രികളിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളുടെ അഭാവം കുറയ്ക്കുന്നതിന്, പരിഹരിക്കുന്നതിന് നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതും ഇനി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകേണ്ട നടപടികളാണ്. അത് തന്നെയാണ് ഇനി ഇക്കാര്യത്തിൽ ഏറെ പ്രധാനവും. ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ശരി, ആലപ്പുഴ ഒരു പാഠമായി കണ്ടുകൊണ്ട് തന്നെ കർശന നടപടികളാണ് വേണ്ടത്. അരുൺ സോളമൻ ചേരുന്നു. അരുൺ, ഈ ഒരു പ്രത്യേക വിഷയത്തിൽ മാത്രമല്ല, നിയമപ്രകാരം ഈ സ്കാനിംഗ് റെക്കോർഡുകളൊക്കെ 2 വർഷം സൂക്ഷിക്കണമെന്നാണല്ലോ നിബന്ധന. അതുപോലും പാലിക്കപ്പെട്ടിട്ടില്ല എന്നല്ലേ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്? വിനീത, തീർച്ചയായിട്ടും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം അത് തന്നെയാണ് പ്രധാനമായും ആരോഗ്യവകുപ്പ് കണ്ടെത്തി. ആ ഒരു അടിസ്ഥാനത്തിലാണ് ശരിക്കും ഈ 2 സ്കാനിംഗ് സെൻ്ററുകളും ഇപ്പോൾ നിലവിൽ പൂട്ടിയിരിക്കുന്നത്. പ്രധാനമായും നിയമപ്രകാരം ഒരു മാനദണ്ഡമെന്ന് പറയുന്നത് ഈ സ്കാനിംഗ് സെൻ്ററുകളിൽ വരുന്ന റെക്കോർഡുകൾ 2 വർഷം, മിനിമം 2 വർഷമെങ്കിലും അവിടെ സൂക്ഷിക്കണമെന്നുള്ളതാണ്. അത് ഈ പറഞ്ഞിട്ടുള്ള ശങ്കർ സ്മിത ഈ 2 സ്കാനിംഗ് സെൻ്ററുകളിലും സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളൊരു കണ്ടെത്തലാണ് ആരോഗ്യവകുപ്പിൻ്റെ അന്വേഷണത്തിൽ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ആ അടിസ്ഥാനത്തിലാണ് നിലവിൽ 2 സെൻ്ററുകളും പൂട്ടി സീൽ ചെയ്തിരിക്കുന്നത്. പ്രധാനമായും ഈ 2 സെൻ്ററുകളുടെയും ലൈസൻസും ഇപ്പോൾ ആരോഗ്യവകുപ്പ് റദ്ദാക്കിയിരിക്കുകയാണ്. വിനീത, നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തിരുവനന്തപുരത്ത് ഉള്ളൂർ പ്രവർത്തിക്കുന്ന ഒരു ലാബിലും ഈ സമാനമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഒരു രോഗി ഉള്ളൂരുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ലാബിലേക്ക് പോയപ്പോൾ അവിടെ കൊടുത്തുള്ള റിസൾട്ട് മറ്റൊരു രോഗിയുടെ റിസൾട്ട് നൽകി. ആ രോഗി മാസങ്ങളോളം കഴിച്ചത് തൈറോയിഡിൻ്റെ മരുന്നായിരുന്നു. ആ രോഗിയുടെ അസുഖം എന്ന് പറയുന്നത് അർബുദമായിരുന്നു. അർബുദത്തിന് ആ രോഗി കഴിച്ചത് മറ്റൊരു രോഗിയുടെ തൈറോയിഡിൻ്റെ മരുന്നുകളായിരുന്നു. ഇത്തരത്തിൽ പല ലാബുകളും വളരെ ഗുരുതരമായിട്ടുള്ള അനാസ്ഥകൾ സംഭവിക്കുന്നു. ഇത്തരത്തിൽ ആശുപത്രികളിലെ ഡോക്ടറായാലും അതുപോലെ തന്നെ ഈ സ്വകാര്യ ലാബുകളായാലും പ്രവർത്തിക്കുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയാണെന്നുള്ള ബോധ്യത്തോടു കൂടിയല്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു കുട്ടിയുടെ ഈ വൈകല്യം, ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുമ്പോൾ വലിയ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു അനാസ്ഥയാണ് ആരോഗ്യവകുപ്പിൽ നിന്ന് ഉണ്ടായെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം മതിയായ മാനദണ്ഡത്തിലൂടെ, മതിയായ സംവിധാനങ്ങളിലൂടെയാണോ ഈ സർക്കാർ ആശുപത്രികളുടെ പുറത്ത് പ്രവർത്തിക്കുന്ന
പ്രവർത്തിക്കുന്ന സ്വകാര്യ ലാബുകളായിക്കോട്ടെ അല്ലെങ്കിൽ സർക്കാരിന്റെ ലാബുകളായിക്കോട്ടെ ഈ ലാബുകളെല്ലാം മതിയായ സംവിധാനങ്ങളോടുകൂടിയാണോ മാനദണ്ഡ പ്രകാരമാണോ പ്രവർത്തിക്കുന്നതെന്നുള്ളത് അത്തരത്തിലൊരു അന്വേഷണം നടത്തേണ്ടുന്ന ഉത്തരവാദിത്തം പ്രധാനമായും ആരോഗ്യ വകുപ്പിനാണ്.